തറാവീഹ് നിസ്കരിക്കുമ്പോൾ എത്ര റക്അത്തായി എന്ന് മറന്നു പോകുന്നു. ഇമാമിന്റെ കൂടെ അങ്ങനെ നിസ്കരിച്ച് പൂർത്തിയാക്കുന്നു. ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ശ്രോതാവിന്റെ ചോദ്യം. ഇപ്പോൾ തറാവീഹ് നമസ്കാരം ഇമാമിൻ്റെ കൂടെയാണെങ്കിൽ ഓരോ റക്കായത്തിൻ്റെ സമയത്തും ഇത് നാലാമത്തെ റക്കായത്താണ്, ഇത് അഞ്ചാമത്തെ റക്കായത്താണ് എന്ന നിയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ നമസ്കാരം തുടങ്ങുന്ന സമയത്ത് നമ്മൾ നിർവഹിക്കാൻ തുടങ്ങുന്ന നമസ്കാരം ഇന്നതാണ് എന്ന നിയ്യത്താണ് നമുക്കുണ്ടാകേണ്ടത്. ആ നമസ്കാരം ഈരണ്ട് റക്കായത്തായി എത്ര നമ്മൾ നമസ്കരിക്കുന്നു? 11 റക്കായത്ത് നമ്മൾ നമസ്കരിക്കുന്നു. ഇതാണ് അവിടെയുള്ളത്. അപ്പോൾ ഓരോ രണ്ട് റക്കായത്ത് തുടങ്ങുമ്പോഴും ഇതെൻ്റെ മൂന്നാമത്തെ റക്കായത്താണ്, ഇതെൻ്റെ അഞ്ചാമത്തെ റക്കായത്താണ്, ഇതെൻ്റെ ഏഴാമത്തെ റക്കായത്താണ് എന്ന ഒരു നിയ്യത്തല്ല വേണ്ടത്. മറിച്ച് അത് ആ നമസ്കാരം അഥവാ ഖിയാമുൽ ലൈൽ എന്ന നമസ്കാരം അല്ലെങ്കിൽ ഖിയാമു റമളാൻ തറാവീഹ് എന്ന ഈ നമസ്കാരം അത് രണ്ട് റക്കായത്തായി ഞാൻ എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്നു. അതിൽ പെട്ടതാണ് ഞാൻ ഈ നിസ്കരിക്കുന്ന 2 എന്ന നിയ്യത്തുണ്ടായാൽ മതി. പ്രത്യേകിച്ച് അതിൻ്റെ കണക്കും ഇതൊക്കെ ഇമാമിൻ്റെ കൂടെ ആയതുകൊണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അങ്ങനെ കണക്ക് വെക്കേണ്ട ഒരു കാര്യമില്ല. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു നിർബന്ധ ബാധ്യതയില്ല. ഒരാൾക്ക് ഓരോ നമസ്കാരത്തിൻ്റെ ഈ 2 റക്അത്തിൻ്റെയും തുടക്കത്തിൽ ഇത് തഹജ്ജുദ് നമസ്കാരമാണ്, അല്ലെങ്കിൽ ഇത് തറാവീഹ് നമസ്കാരമാണ്, ഇത് ഖിയാമുൽ ലൈലാണ് എന്ന ആ ഒരു ഓർമ്മയും ആ ഒരു നിയ്യത്തും ഉണ്ടാവുകയാണ് വേണ്ടത്. അല്ലാഹു അലം.